ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് ഓൺ വേൾഡ്. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഈസി സൂപ്പർ ടേസ്റ്റി ബിരിയാണി തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് സൂപ്പർ ചിക്കൻ ബിരിയാണി. കുറച്ചധികം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് കൊടുത്ത് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അത് നന്നായി ഫ്രൈ ആയി വരുമ്പോഴേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, ഒരു തക്കാളിയും കൂടി ചതച്ച് മാറ്റി വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നന്നായി ഫ്രൈ ആയ ശേഷം സവാള ചേർത്ത് കൊടുത്ത് സവാള ഫ്രൈ ആയി വരുമ്പോഴേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലോട്ട് മസാല ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. സവാള നന്നായി ഫ്രൈ ആയ ശേഷം ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ബിരിയാണി മസാലയും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് എടുത്തത്. നല്ല ഫ്ലേവറാണ് അതിന്. ബിരിയാണി മസാലയും കൂടി ചേർത്ത് സവാള നന്നായി ഫ്രൈ ആയ ശേഷം മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ഫ്രൈ ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് അരമണിക്കൂർ മുമ്പേ മിക്സ് ചെയ്ത് വെച്ച ചിക്കനാണ്. സെയിം രീതിയിൽ തന്നെ ആക്കുമ്പോൾ ഈ ചിക്കൻ തന്നെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ മാറ്റി വെച്ച മല്ലിയിലയും പുതിനയിലയും തക്കാളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ചിക്കൻ മിക്സ് ചെയ്യാം. ചിക്കൻ നല്ല മിക്സായ ശേഷം അതിലോട്ട് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ്. മസാല നന്നായി മിക്സാക്കിയ ശേഷം ഉപ്പ് പാകത്തിനുണ്ടോ നോക്കി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. പാത്രത്തിലോട്ട് നെയ്യ് ചേർത്ത് കശുവണ്ടിയും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തണേ. നട്ട്സ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ശേഷം അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ കാത്തിരിക്കുക. സവാള ഫ്രൈ ആവുമ്പോഴേക്ക് നമുക്ക് റൈസ് തയ്യാറാക്കി വെക്കാം. സവാള നന്നായി ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളറായ ശേഷം മാറ്റി വെക്കാം. സെയിം പാത്രത്തിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, സ്റ്റാർ, ബേ ലീഫ്, ജാതിപത്രി എന്താണോ ഉള്ളത് അതൊക്കെ ചേർത്ത് നന്നായി നെയ്യിൽ വറുത്തെടുക്കാം. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഫ്രൈ ആയ ശേഷം അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീര റൈസാണ് എടുത്തത്, കുഞ്ഞി അരി, നെയ്ച്ചോറിൻ്റെ. നീളമുള്ള ബസ്മതി റൈസ് ഇഷ്ടമുള്ളവർക്ക് അതായാലും മതി. പാത്രത്തിലോട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായി റൈസ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ 1 കിലോ റൈസാണ് ഉപയോഗിച്ചത്. ഏകദേശം അതൊരു 4 കപ്പാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 8 ഗ്ലാസ് വെള്ളം നന്നായി തിളപ്പിച്ച് ഫ്രൈ ചെയ്ത് വെച്ച അരിയിലോട്ട് ചേർക്കുന്നുണ്ട്. തിളച്ച് വെച്ച വെള്ളവും കൂടി ചേർത്ത് അരി നന്നായി തിളക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ബിരിയാണി കഴിക്കുമ്പം എനിക്ക് അത്ര മസാല കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഗ്രാമ്പൂ, പട്ട, ഏലക്കായെല്ലാം കുറച്ച് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. റൈസ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്ക് റൈസ് നന്നായി വെന്ത് സോഫ്റ്റായിട്ട് വരും. ഇപ്പം തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി സ്മെല്ലാണ് വരുന്നത് റൈസിൻ്റെ. നമ്മുടെ നെയ്ച്ചോറ് ഇങ്ങനെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. റൈസ് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് പകുതി റൈസ് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. റൈസ് ബോയിലാവുമ്പോഴേക്ക് വേണമെങ്കിൽ അതിലോട്ട് കുറച്ച് ലൈം ചേർത്ത് കൊടുക്കാം. റൈസ് റെഡി ആവുമ്പോഴേക്ക് നമ്മുടെ ചിക്കൻ നന്നായി മസാലയിൽ വെന്ത് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. റൈസിൻ്റെ പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് അരിഞ്ഞു വെച്ച പുതിനയും മല്ലിയിലയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്യൂയും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേവിച്ച ചിക്കനും കൂടി ചേർത്ത് ബിരിയാണി ദമ്മിടാം. ഞാൻ റൈസിലോട്ട് ഫുൾ മസാല ചേർത്ത് കൊടുത്തേ. ബാക്കിയുള്ള എല്ലാ മസാലയും റൈസിൻ്റെ എല്ലാ സൈഡിലേക്കും നന്നായി ചേർത്ത് കൊടുത്ത് നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ച പകുതി റൈസ് ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക.
നന്നായി വെന്ത് ചിക്കൻ നല്ല സോഫ്റ്റ് ഉണ്ടാവേ. നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് ഗീ, പിന്നെ മല്ലിയില, പുതിനയില, ഫ്രൈ ആക്കി വെച്ച സവാളയും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ദമ്മിടാം. ഒരു 10-15 മിനിറ്റ് ഫ്ലെയിം നല്ലോണം സ്ലോ ആക്കി റൈസ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് നമ്മുടെ മസാലയും റൈസും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരും. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ബിരിയാണി റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നല്ല ഈസി റെസിപ്പിയാണ്. ഞാനിവിടെ 1 kg റൈസും 1½ kg ചിക്കനുമാണ് ചേർത്തത്. നമ്മൾ കണ്ണൂർകാർക്ക് ബിരിയാണീൻ്റെ കൂടെ എപ്പം പപ്പടം വേണം, പിന്നെ നല്ല ബീട്രൂട്ടിൻ്റെ അച്ചാർ വേണം, പിന്നെ ഒരു കട്ടി ചട്നി വേണം, പിന്നെ ഒരു കച്ചമ്പറും. സിമ്പിൾ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.